ഷാജൻ സ്കറിയയ്ക്കെതിരെയുള്ള ആക്രമണം ഏതെങ്കിലും ഒരാളുടെ വ്യക്തിവൈരാഗ്യം കൊണ്ടാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജാവേദ് പർവേഷ്. അദ്ദേഹത്തിന്റെ FB പോസ്റ്റിലാണ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഷാജൻ സ്കറിയയ്ക്കെതിരെയുള്ള ആക്രമണം ഏതെങ്കിലും ഒരാളുടെ വ്യക്തിവൈരാഗ്യം കൊണ്ടാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ പാർട്ടിയുടെ പ്രവർത്തനം കേരളത്തിലും പുറത്തും കണ്ടു പരിചയമുണ്ട്. ഏതാനും കൊല്ലം മുമ്പ് നടന്ന സംഭവങ്ങളുടെ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചാണ് ആക്രമണത്തിൽ ആഹ്ലാദിക്കുന്നവർ കാരണമായി പറയുന്നത്. ഷാജൻ പറയുന്നത് ആ കാലത്ത് മറ്റു മാധ്യമങ്ങളും ഏറ്റക്കുറച്ചിലോടെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നാണ്. 3-4 കൊല്ലത്തിനു ശേഷം ഒരാൾ പകയോടെ വന്ന് ആക്രമിക്കുന്ന തിയറി സഖാക്കൾക്ക് വിശ്വസിക്കാവുന്നതാണ്. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് വ്യക്തിപരമായ കാരണങ്ങളാൽ ആണെന്ന് സമർത്ഥിക്കാനായിരുന്നു ഇവരുടെ ആദ്യ ശ്രമം. മാഷ അള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ഇതിനെ വർഗീയമാക്കാൻ വരെ ഈ ക്രിമിനലുകൾ ശ്രമിച്ചു. ഷാജനെതിരെ നടന്നത് വധശ്രമം തന്നെയാണ്. അല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഒരുപക്ഷെ ആ ഗ്രൂപ്പിന്റെ ഭാഗമായവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അവരാണ് അതിലെ പങ്കാളികൾ. പ്രതികൾക്ക് ഒരു ദിവസം പോലും ജയിലിൽ കഴിയേണ്ടി വന്നിട്ടില്ല. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തോ എന്നറിയില്ല. എതിർത്തില്ലെങ്കിൽ ബാക്കി പൂരിപ്പിച്ചാൽ മതി. രാഷ്ട്രീയ വൈരാഗ്യം ഉള്ളിൽ വയ്ക്കുക, എന്നിട്ട് വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞ് ആക്രമിക്കുക, കൊലപ്പെടുത്തുക. ഈ രീതി കേരളത്തിലും ബംഗാളിലും ഈ പാർട്ടി ഏറെ ചെയ്തുകൂട്ടിയിട്ടുണ്ട്. 2 സഹോദരങ്ങളെ കൊന്ന് അവരുടെ ചോറിൽ കുഴച്ച് അമ്മയെ ബലമായി തീറ്റിച്ച സെയിൻ പാരി കൊലപാതകത്തിൽ ഈ കൊടും ക്രിമിനൽ പാർട്ടി പ്രചരിപ്പിക്കാൻ നോക്കിയത് എല്ലാം വ്യക്തിവൈരാഗ്യം എന്ന രീതിയിലാണ്. ബംഗാളിലെ പുരുലിയയിൽ എന്റെ സുഹൃത്തിന്റെ ബന്ധുവായ അനിൽ മഹാതോയെ സഖാക്കൾ കൊന്ന കഥ കേട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ തൃണമൂലിന്റെ ആദ്യകാല പ്രവർത്തകനായിരുന്നു അദ്ദേഹം. എങ്ങനെ സഖാക്കൾ സഹിക്കും? അവിടെയും കാരണങ്ങൾ പറഞ്ഞത് വ്യക്തിവൈരാഗ്യം എന്നായിരുന്നു. കേരളം സമ്പൂർണമായി ഒരു ഗാങ്സ്റ്റർ സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ പരാതവർഗമായ ബെനിഫിഷ്യറി സിസ്റ്റത്തിൽപ്പെട്ടവർ ഇതിനെ വെള്ളപൂശാൻ നടക്കുന്നതും ചരിത്രത്തിന്റെ തനി ആവർത്തനമാണ്. സയന്റിഫിക് ഇലക്ഷൻ റിഗിംഗ് നടന്ന ബംഗാളിന്റെ അക്കാലത്ത് ഭൂമി പരിഷ്കരണത്തിന് അത്യാവശ്യം കള്ളത്തരം വേണമെന്ന് പറഞ്ഞവരുടെ പിന്മുറക്കാരാണല്ലോ ഇവർ. ഇതിൽപ്പെട്ടവരാണ് ഷാജനെ ആക്രമിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് അത് ശരിയായില്ല എന്ന് പരിഹസിക്കുന്നത്. ഈ ക്രിമിനൽ പാർട്ടി ഇല്ലാതാകണമെന്നും ഇടത് മൂല്യങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിലെ ഈ പാർട്ടിയും അതിന്റെ ആളുകളും ഇടതായി അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. 5 പൈസയുടെ വിവരമില്ലാത്ത അണികൾ അതിനനുസരിച്ച് ആക്രോശിക്കുകയും ചെയ്യുന്നു. അനധികൃത മണൽ വാരലുകാരനും പാറമടക്കാരനും മണ്ണടിക്കുന്നവനുമെല്ലാം ലാൽസലാം പറഞ്ഞ് നടക്കുകയാണ്. ഷാജൻ സ്കറിയെ ആക്രമിച്ച കേസ് കേരള പോലീസ് അന്വേഷിച്ചാൽ പോരാ. കാരണം ഈ ഭരണത്തിൽ അവരെ വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്. അല്ലാതെ കേരള പോലീസ് മോശമായതുകൊണ്ടല്ല. ഒരു മർദ്ദന കേസ് എന്നെല്ലാം ചെറുബുദ്ധികൾക്ക് തോന്നുമെങ്കിലും ഇത് ഇവന്മാരുടെ വലിയ പദ്ധതിയുടെ ഉദ്ഘാടനം മാത്രമാണ്. ഭരണത്തിന്റെ ബെനിഫിഷ്യറികളായ കളങ്കിതർ നാളെ ഈ നാടകം കേരളം മുഴുവൻ അവതരിപ്പിക്കും. ബംഗാളിലെ സിൻഡിക്കേറ്റ് പോലെ ഇവർ പിടിച്ചുപറി നടത്തും. ആയുധങ്ങളുമായി കൊലവിളി പ്രകടനം നടത്തും. അതോടെ ബംഗാളിന്റെ സ്ഥിതി കേരളത്തിലും വരും. എത്രയും പെട്ടെന്ന് ഷാജൻ സ്കറിയ കേസ് മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാൻ ആവശ്യപ്പെടണം. ആക്രമണം നടത്തിയ ക്രിമിനലുകൾ മാത്രമല്ല, അതിന് പിന്നിൽ ചരട് വലിച്ചവർ ഉണ്ടെങ്കിൽ അവരെയും പുറത്തു കൊണ്ടുവരണം. ജാവേദ് പർവേഷ് പറയുന്നു.